എൻ്റെ ഈ നെയിലിൽ ഒരെണ്ണം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നെയിലാണ്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഞാനത് നല്ല ഷേപ്പ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ നേരത്ത് നിങ്ങളെ നെയിൽ നല്ല വൃത്തിയിൽ നീട്ടി വെച്ചിട്ടുള്ള ഈ ഒരു നെയിൽ കട്ടായിപ്പോയി, മുറിഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് നിങ്ങൾക്ക് നെയിൽ വെക്കാനായിട്ട് പറ്റും. ഈ ഒരു നെയിൽ സെറ്റ് കണ്ടില്ലേ, ഇതെല്ലാം നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കളർ വരുന്നതാണ് കേട്ടോ. ട്രാൻസ്പെറൻ്റ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള നെയിൽ പോളിഷ് ഇതിലിടാം. ഇതിൽ 100 നെയിലാണ് വരുന്നത്. ഓരോ ടിപ്പിനേക്ക് വേണ്ടതുമായിട്ടുണ്ട്. ഞാനിതിൽ ഇതാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. തമ്പിന് പല സൈസ് ഉണ്ട്, അപ്പം ഞാൻ ഈ ഒരു സൈസാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് എൻ്റെ ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ വെച്ചിട്ടുള്ള നെയിൽ. ഇതിൻ്റെ ഷേപ്പ് വരുന്നത് ഇങ്ങനെയാണ്, ഒരു സ്ക്വയർ പോലെയാണ്. പക്ഷേ ഞാനത് ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെയാക്കി. കണ്ടില്ലേ, ഏതാണെന്ന് മനസ്സിലാവുക പോലും ചെയ്യൂല. അപ്പം ഇതും ഇതിൻ്റെ കൂടെ നമുക്കൊരു ഗ്ലൂവും കൂടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ പലരും ചെയ്യുന്നൊരു തെറ്റും കൂടെ ഞാൻ പറഞ്ഞാൽ, ഈ ഒരു ഗ്ലൂ നമ്മളുടെ ഏത് നെയിലാണോ പോയിട്ടുള്ള ആ നെയിലിൻ്റെ മുകളിൽ ആക്കിയിട്ട് ഈ നെയിൽ വെക്കുന്ന സമയത്ത് അന്നേരം അത് ഒട്ടും. പക്ഷെ അതൊന്ന് തട്ടുമ്പോഴേക്കും അത് പോയി പോകും. ഇത്രയും ദിവസമായിട്ട് ഇതിന് ഒരു അനക്കവും സംഭവിച്ചില്ല. ഈ ഗ്ലൂ നമ്മൾ ഏത് നെയിലാണോ വെക്കുന്നത് ആ തമ്പിലേക്ക് ഇറക്കി വെക്കേണ്ട നെയിലിൻ്റെ ആ ഭാഗത്ത് എന്ത് ചെയ്യുക, ഗ്ലൂ ആക്കിയതിന് ശേഷം അവിടെ അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും അത് നിൽക്കും. നമ്മൾ ഒരുപാട് ശക്തിയൊക്കെ ഇതാക്കുകയാണെങ്കിൽ ചിലപ്പം കൂടെ പോരും. കണ്ടോ, ഇതങ്ങനെ ഇളക് പോലും ചെയ്യില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആകുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും.